പ്രിയപ്പെട്ട 92.3 ഫ്രീക്വൻസി FM മലയാളം ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയയുടെ ഗുഡ് മോർണിംഗ്. വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ വളരെയധികം സന്തോഷം തോന്നുന്നു. കോൾ സെന്റർ റോഡിലെ ട്രാഫിക് കൂടുതലാണ്. എല്ലാവരും സന്തോഷമായി ചേർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഹലോ. എന്താടാ നീ എല്ലാം മറന്നോ? അമ്പലത്തിൽ നീ ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തി. അയ്യോ, ഇത് കൊള്ളാലോ. എല്ലാ ജോലിയും കൂടെ എന്റെ തലയിൽ വെച്ച് തന്നിട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണല്ലേ. ഇന്ന് എനിക്ക് SRP പ്രസന്റേഷന് പ്രിപ്പയർ ചെയ്യണ്ടേ? ഇന്നാണോ SRP പ്രസന്റേഷൻ? വയസ്സാകും തോറും അമ്മാവൻ ഓർമ്മശക്തി കൂടി വരികയാണല്ലേ. ഒരു കാര്യം ചെയ്യ്, അമ്മാവൻ എനിക്ക് കൂടെ ചേർത്തൊരു എക്സ്ട്രാ പൂണൂൽ കേട്ടോ. ഞാൻ നമ്മുടെ കമ്പനിക്ക് ഒരു 1 മില്യൺ കൂടെ സമ്പാദിക്കാൻ നോക്കട്ടെ. ഓക്കെ അല്ലേ? എടാ അത് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ. യെസ്. ഇന്നത്തെ നമ്മുടെ നല്ല ദിനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശ്രീമതി പാർവതി തമ്പുരാട്ടി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ നടക്കൂ. പാർവതി തമ്പുരാട്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ന് എല്ലാ നവഗ്രഹങ്ങളും ഒന്നിച്ചു നിന്ന് നമ്മളെ ആശീർവദിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്രിക്കറ്റ് മാച്ച് കാണാൻ എനിക്ക് ടിക്കറ്റ് കിട്ടുമോ? കിട്ടും, തീർച്ചയായും കിട്ടും. വാട്ട്? നിങ്ങൾ വിചാരിച്ചതും കിട്ടും. അതിനുശേഷം നിങ്ങൾ വിചാരിക്കാത്തതെല്ലാം വന്നു ചേരും. മാത്രമല്ല, ധനുരാശിയിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയേറിയതായിരിക്കുമെന്ന് ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ആൾ നിങ്ങളുടെ ജീവിത രീതികൾക്ക് തന്നെ വലിയ മാറ്റം കൊണ്ടുവരും. ഇന്നത്തെ ദിവസം നല്ലതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും. ഈ പാർവതി തമ്പുരാട്ടി ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റും കൂടാതെ നടന്നിട്ടേ ഉള്ളൂ. നമുക്ക് അടുത്ത പരിപാടി. നന്ദി, നമസ്കാരം. പാർവതി തമ്പുരാട്ടിയുടെ നിർദ്ദേശം നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഹലോ, ഞാനാണോ വട്ട് കേസ്? അലവലാതി കേസ്. ഹലോ, ടിക്കറ്റ് കിട്ടി, വാ പോവാം. എടാ പെണ്ണ് എന്നെ വട്ടാന്ന് വിളിച്ചിട്ട് കേറി പോകുന്ന നോക്കണം. അപ്പൊ അവൾക്കെല്ലാം മനസ്സിലായി. ഇന്ന് ഞാൻ മാച്ച് കാണാൻ പോകുന്നില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. എന്താടാ ഇത്? അമ്മാവനോട് കള്ളം പറഞ്ഞിട്ട് നീ മാച്ചിന് വരുന്നില്ലേ? എന്റെ പാർവതി തമ്പുരാട്ടി, നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ഇന്ന് അറിയണം. നീ എതിലെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ട്. കേരള വണ്ടിയിൽ ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും ദൂരം വരണോടാ? വിടറാ. ആർ യു മാഡ്? ഇന്ന് പാർവതി തമ്പുരാട്ടി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഇന്ന് സംഭവിക്കുന്നു. ഓഹോ, അതെന്തുകൊണ്ട് ഇപ്പൊ ആയിക്കൂടാ? എന്ത് പണ്ടാരെങ്കിലും ആകട്ടെ. അവളാടാ, അവള് എവിടെയാടാ? ഹലോ, ഏയ് രക്ഷപ്പെട്ടു. എന്റെ മുരുക, നിന്നെ വെട്ടിച്ച് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താ? ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം എവിടെയാ കൊണ്ട് എത്തിച്ചെന്ന് നോക്കിയേ. ഡയലോഗ് അടിക്കാതെ പോയി വണ്ടി പാർക്ക് ചെയ്യടാ. പളനിമല മുരുകനു പള്ളിവേലായുധോ. ഐ ലോസ്റ്റ് ഹർ മച്ചാ, ഐ ലോസ്റ്റ് ഹർ. എവിടെ പോകാൻ? ഇവിടെ തന്നെ കാണും. പിടിയിന്ന് കാണാതായി. ഈ എല്ലാം നീ കാരണോടാ. ഞാൻ കാരണമല്ല, ദാ കാണുന്നില്ലേ? അയ്യോ, അമ്മാവൻ കുഴലും കയ്യിന്ന് പോയി. നീ എപ്പോഴാ വന്നേ? അല്ല, അത് പിന്നെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഇങ്ങനെ തന്നെയാ. വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ആളിങ്ങെത്തും. കറക്റ്റ് അമ്മായി. അമ്മായിക്ക് ബുദ്ധിയുണ്ട്. ഞാനില്ലാതെ എന്ത് ചടങ്ങാ? മതി, തിരുമേനി അവിടെ കാത്തു നിൽക്കുന്നു. ആള് ഭയങ്കര കോപത്തിലാ. വാ, വേഷവല്ലന്മാരെ പൂജ ചെയ്യുന്നിടത്തേക്ക് വാ. ഇങ്ങോട്ട് വരാൻ പറയുമ്പോ നീ അങ്ങോട്ടോടെ പോ. ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ ശ്രദ്ധിക്ക്. ദർപ്പണം ചെയ്യുന്നവരൊക്കെ പൂണൂല് മാറ്റിക്കൊള്ളുക. ഹരീഷേ, പൂണൂല് മാറ്റി. അമ്മാവ, ഞാൻ പൂണൂല് മറന്നു. പൂണൂല് മറന്നോ? പൂണൂല് മറന്നു പോയെന്നു. വാടാ ഇങ്ങോട്ട് വാ. നിന്റെ സത്യമാണോ? എന്തേലും ആട്ടെ. കണ്ണും കണ്ടൂടെ? കഷ്ടം വെക്ക്. ശരിയാ, അതൊക്കെ പോട്ടെ. ഹരീഷ്, ഞാൻ വിളിച്ചോണ്ട് വരാം. ഹലോ, എന്താ ഇത്ര തിരക്ക്? കണ്ണ് കാണാൻ പാടില്ലേ? എന്നെ എന്തിനാ തള്ളിയത്? നിനക്ക് സാമാന്യ ബോധമില്ലേ? റോഡിൽ വെച്ച് ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിട്ട് പോയി. നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ അഹങ്കാരമാ.
കുറച്ചു നേരം ഒന്ന് മിണ്ടാണ്ടിരിക്കോ? എക്സാമിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഡോക്ടർ പുരുഷോത്തമൻ സാറിന്റെ വായന ഞാൻ കേൾക്കണം. പോയി എല്ലാം മറന്നുപോയി. ഞാൻ എക്സാമിന് തോറ്റാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്നെ നിന്നെ എന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എടാ എന്താണ്? നല്ല ശുദ്ധ മലയാളത്തിൽ അവൾ എന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ട് പോയടാ. കണ്ട കടുകുമണിയുടെ വലിപ്പമല്ലേ ഉള്ളൂ ഓക്ക്. അവളുടെ പേരെന്താന്ന് ചോദിച്ചിട്ട് വരട്ടെ. വേണ്ട, ഇനി വായിലിരിക്കുന്ന കേൾക്കും. കറക്റ്റ്. ഹേയ്, തന്റെ പേരെന്താ? ചൂലും കെട്ട്. ശരി, ചൂലും കെട്ട് സൂക്ഷിച്ചു പോ, അല്ലെങ്കിൽ തട്ടി വീഴും. നിന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ നിന്റെ തൊലി ഉരിച്ചെടുക്കും. ഓ, അങ്ങനെയാണോ? തന്റെ അച്ഛന്റെ പേരെന്താ? ട്രിവാൻഡ്രത്ത് ചെന്ന് രാജശേഖരൻ ആരാന്ന് ചോദിക്കേ, അപ്പ അറിയാം. രാജശേഖരൻ. മിസ്റ്റർ രാജശേഖരൻ, അതിസുന്ദരിയായ ഒരു മകളെ കിട്ടിയതിന് നിങ്ങൾ എവിടെയാണെങ്കിലും നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. എടാ, നല്ല നോക്കി കുറച്ച് വീട്ടിലേക്ക് കൊടുത്തുവിട്. നിങ്ങളോട് കൂടിയാ ഞാൻ പറഞ്ഞത്, നല്ല നോക്കി കൊടുത്തുവിട്. ആ ആപ്പിൾ വെഡിങ് എടുത്തേ. എല്ലാവരും കേട്ടോളൂ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് എല്ലാവരും വീട്ടിലേക്ക് വരണം. അവിടെയാണ് എല്ലാവർക്കും ഊണ്. എല്ലാവരും വരണം. എന്താ വേല ഇതാ? വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് എന്നെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഇതാരും നമ്മുടെ കമ്മീഷൻ സാറല്ലേ? ഇത്ര വർഷമായിട്ട് ആളിനൊരു മാറ്റമില്ലല്ലോ. നല്ല ചാപ്പാടല്ലേ, അതുകൊണ്ടാ. ഞാനോർത്തു സാർ എന്റെ പുറകെ ഓടി ഓടി ക്ഷീണിച്ചതായിരിക്കും. തമാശക്കാരനല്ലേ? വണ്ടി കയറ്, സ്റ്റേഷൻ ചെന്ന് ബാക്കി പറയാം. എന്നോട് വണ്ടി കയറാനോ? ഞാൻ കത്തി പോലെ എടുത്തിട്ടില്ല, അറിയാമോ? അതിനല്ലേ എന്റെ കയ്യിൽ തോക്കുള്ളത്. ഹീറോയിൻ കടത്തി കുറ്റത്തിന് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ മോനെ? സാർ, ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങാൻ വന്നത് സാർ. 4 വർഷമായി നാട്ടുകാരെ പറ്റിച്ച് നടന്നും പറഞ്ഞിട്ട് ഇനി കല്യാണത്തിന്റെ പേരിലാണോ നിന്റെ തട്ടിപ്പ്? ദേ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കൈയും കെട്ടി വണ്ടി പോയിരുന്നു. എടോ രാജശേഖരൻ. ആ രാജശേഖരനാ, പോയി വണ്ടി കയറി. നീ ആരോടാ വണ്ടിയിൽ കയറാൻ പറഞ്ഞത്? ജീവനേക്കാൾ മാനത്തിന് വില കൽപ്പിക്കുന്നവനാ ഞാൻ. ഇത് ആരുടെ ഏരിയ എന്ന് അറിയാമോ നിനക്ക്? എന്താടാ മോനെ ഇത്? പോൺസിന്റെ പൗഡറാ? നിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ പൊക്കി. ബുദ്ധിമോശമൊന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ മോനെ, ഒരു കേടും കൂടാതെ നിന്നെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. എന്താ കുറച്ചു മുമ്പ് രാജശേഖരൻ വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ യാചിക്കുന്നത്? ഞാൻ തെറ്റാ ചെയ്ത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്കൊന്ന് ജീപ്പിൽ കയറാൻ. എന്നിട്ട് നീ കേട്ടോ? ഇപ്പൊ തലയും കുത്തി ചാകാൻ കിടക്കും. അയ്യോ വേണ്ട സാർ. ജീവനിലും വലുത് മാനാന്നല്ലേ നീ പറഞ്ഞത്? മാനല്ല സാർ, ജീവൻ തന്നെയാ വലുത്. നീ ഇത് കൊണ്ടൊന്നും ശരിയാവില്ലടാ. സ്വന്തം കൊച്ചിനെ വരെ കൊലക്ക് കൊടുത്തവനല്ലടാ നീ. തല ചെതറിയാലേ നീയൊക്കെ ശരിയാവും. കോടതി കയറി നീ ഉടനെ ജാമ്യം എടുക്കുമല്ലോ. അയ്യോ, ഞാൻ ജാമ്യം കൂടി ചോദിക്കില്ല സാർ. ഞാൻ കീഴടങ്ങിക്കോളാം സാർ. നിർത്തണം നിന്റെ കള്ളക്കരച്ചില്. ഈ സിറ്റിയിൽ ഹെറോയിൻ കള്ളക്കടത്തിൽ നമ്പർ 1 ആരാടാ? ഞാനാ സാർ. പാലക്കാട് 3 കൊല നടന്നല്ലോ, അതിന് കാരണക്കാരനാരാ? ഞാൻ കാരണം സാർ, ഞാൻ കാരണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാടാ? ഞാനാ സാർ, ഞാനാ സാർ, ഞാൻ തന്നെയാ സാർ. മതിയടാ, കുറ്റവാളികളെ പിടികൂടി റൗഡികളെ കിടുകിട വിറപ്പിച്ച നമ്മുടെ പോലീസ് കമ്മീഷണർ മിസ്റ്റർ രാജശേഖരൻ അവർക്ക് ജനമധ്യത്തിൽ അവാർഡ് നൽകി ആദരിക്കുന്നു. കണ്ടില്ലേ എന്റെ അച്ഛനെ നോക്ക്.
അങ്ങനെയാണ് മോളെ നിന്റെ അച്ഛൻ പറഞ്ഞത്? അതേമേ, സത്യ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛന്റെ ഫാൻസ് ആയി. നിന്റെ അച്ഛനെ എനിക്ക് നല്ലവണ്ണം അറിയാം. അച്ഛനും മുത്തച്ഛൻ ഒന്നും പറയണ്ട. ആണും പെണ്ണും ഒരു സമമാണ്. അമ്മയെ ഒരു ഫ്രണ്ട് ആയിരിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കണോ അമ്മേ? ഇനി അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നതും വിളിക്കുമ്പോ ഓടിച്ചെല്ലാനോ അതിന്റെ ആവശ്യമല്ലമ്മേ. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കണം. എന്നിട്ട് തമാശ പറയണോ അമ്മേ? അപ്പോ സാരിയൊക്കെ മടക്കി വെച്ച് തുണികളൊക്കെ ആരായിരിക്കും തേച്ചു അല്ല, തരിക? അച്ഛന്റെ ഷൂ അമ്മ പോളിഷ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനും ജോലി ചെയ്യട്ടെ. കേക്കാൻ നല്ല രസമുണ്ട് മോളെ. മോളെ ഈ കറിയുടെ ഉപ്പം നോക്കൂ. അമ്മേ, കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇന്ന് മുതൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ രാജശേഖരൻ ഒരേ ലെവലിൽ സംസാരിക്കണം. ആയിക്കോട്ടെ. ഓക്കെ? മോളെ എത്തിയെന്ന് തോന്നുന്നു. അമ്മേ പറയുന്നത് കേക്കമ്മേ. അച്ഛൻ എന്താ കൊച്ചുകുട്ടിയാ? സ്റ്റേഷനിൽ നിന്ന് വന്ന ആൾക്ക് വീട്ടിലേക്ക് വരാറില്ലേ? അവിടെ ഇരിക്കമ്മേ. അയ്യോ എന്താ മോളെ ഇത്? മിണ്ടാതിരിക്കമ്മേ. ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താ സരോജിനി, ഇത് പതിവില്ലാത്തൊരു ഇരിപ്പാണല്ലോ. കാൽമുട്ടിന് ഒരു വേദന. മുട്ടുവേദനയാണല്ലേ? അതെങ്ങനെയാ? കാലത്തെ മോർണിംഗ് വാക്കിന് പോയാൽ മുട്ടുവേദന അല്ല, ഒരു വേദന ഉണ്ടാവില്ല. പറഞ്ഞാ നീ കേക്കണ്ടേ? ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? സരോജിനി, എന്തേലും കഴിക്കാണ്ട് തൂക്കി. കോളമാക്കിയല്ലോ അമ്മേ. ഈ സമമാണെന്ന് പറഞ്ഞതൊക്കെ പെണ്ണുങ്ങൾക്കാ, എല്ലാവർക്കും കഴിയില്ല. മനസ്സിലായോ മോളെ? പോ അമ്മേ.